ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ വീക്കിലി ഭാഗവതം ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ശ്രീമദ് ഭാഗവതത്തിൻ്റെ 1ാമത്തെ ക്യാൻറ്റോ 5ാമത്തെ അധ്യായമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ വ്യാസദേവനും നാരദ മഹർഷി, അദ്ദേഹത്തിൻ്റെ ഗുരു നാരദ മഹർഷിയും തമ്മിലുള്ള സംസാരമാണ് കണ്ടുകൊണ്ടിരുന്നത്. നാരദ മഹർഷി എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? വ്യാസദേവൻ ഇത്രയധികം സ്ക്രിപ്റ്റേഴ്സ്, ലിറ്ററേച്ചേഴ്സ്, അതായത് പുസ്തകങ്ങളൊക്കെ എഴുതി, എല്ലാ വേദങ്ങളും ബാക്കിയുള്ള പുരാണങ്ങളും സംഹിതകളും വേദാന്ത സൂത്രവും ഒക്കെ എഴുതി. പക്ഷേ അതിലൊന്നും ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് സ്ട്രെസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതാണ് അത്യാവശ്യം ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഏറ്റവും, അതായത് ഭഗവാന്റെ ലീലകളെയും ഗുണങ്ങളെയും ഭക്തിയെയും കുറിച്ച് എന്ത് ചെയ്തില്ല, അദ്ദേഹം ആത്യന്തികമായിട്ട് വിവരിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തെ പറ്റി വിവരിക്കാതിരിക്കുന്നിടത്തോളം അദ്ദേഹം എന്തായിരിക്കും? അസംതൃപ്തനായിരിക്കും. കാരണം എല്ലാ വേദങ്ങളുടെയും അർത്ഥം എന്ന് പറയുന്നത് ഭഗവാന് സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ ശരണാഗതി പ്രാപിക്കുക എന്നതാണ്. പക്ഷേ ഇങ്ങനെ പറയുന്നത്, അതായത് വ്യാസദേവനെ നാരദ മഹർഷി എന്ത് ചെയ്യുകയാണ്? വഴക്ക് പറയുകയാണ്. പക്ഷേ നാരദ മഹർഷി വ്യാസദേവനെ വഴക്ക് പറയുന്നത് അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടല്ല. പ്രശ്നം, അദ്ദേഹം ഇത്രത്തോളം വലിയ വലിയ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് എല്ലാവർക്കും നല്ലതിന് തന്നെയാണ്. പക്ഷേ ഒരേ ഒരു കാര്യം ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ജനങ്ങൾക്ക് ആ ഒരു ബെനഫിറ്റ്, അല്ലെങ്കിൽ ആ ഒരു നന്മ, ആ പുസ്തകങ്ങളിൽ നിന്നുള്ള നന്മ കിട്ടാതെയാകും. എന്താണ് ജനങ്ങളുടെ പ്രത്യേകത? നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെയാണ് നിർത്തിയത്. ഒന്ന്, ദ പീപ്പിൾ ഇൻ ജനറൽ, അതായത് 15ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ നിർത്തിയിരുന്നത്. ജുഗുപ്സിതം ധർമ്മകൃതേ അനുശാസതഃ സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യത് വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യത്തെ തസ്യ നിവാരണം ജന. അദ്ദേഹം എന്താ പറയുന്നത്? വ്യാസദേവനോട് നാരദ മഹർഷി പറയുകയാണ്, ജനങ്ങൾ സ്വാഭാവികമായിട്ടും സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ഇന്ദ്രിയ സുഖങ്ങളിൽ ആകൃഷ്ടരാണ്. അത് കാലാകാലങ്ങളായിട്ട് ജനങ്ങൾ ചെയ്തു പോന്നിരുന്ന കാര്യമാണ്. നമ്മൾ മനുഷ്യജീവിതം, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലെ എന്ത് തരത്തിലുള്ള ജീവിതമാണോ സ്വീകരിച്ചിരിക്കുന്നത്, ശരീരമാണോ സ്വീകരിച്ചിരിക്കുന്നത്, അതിലെല്ലാം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ട് പോന്നിരിക്കുന്നത്? ആഹാര, നിദ്ര, ഭയ, മൈഥുനം. ആഹാരം തേടുക, ഉറങ്ങുക, മൈഥുനം ചെയ്യുക, പ്രത്യുൽപാദനം ചെയ്യുക, സ്വയരക്ഷ നേടുക. ഈ 4 കാര്യങ്ങളുമാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ഒരു സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ഇന്ദ്രിയ സന്ദർപ്പണം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ജന്തുക്കളും മനുഷ്യരും എല്ലാവരും ചെയ്യുന്നതാണ്. ചെയ്ത് അതാണ് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവണത. അതായത് സ്വഭാവരക്തസ്യ എന്ന് പറഞ്ഞാൽ രക്തത്തിൽ അലിഞ്ഞു ചേർത്തിരിക്കുന്ന സ്വഭാവം എന്നാണ് ഇവിടെ ആര് പറയുന്നത്? നാരദ മഹർഷി പറയുന്നത്. സ്വഭാവരക്തസ്യ, ജനങ്ങളുടെ സ്വഭാവരക്തസ്യ. എന്താണ് ജനങ്ങളുടെ സ്വഭാവരക്തസ്യ എന്ന് പറയുന്നത്? ധർമ്മത്തിൽ അനുശാസിച്ചിരിക്കുന്ന തരത്തിലുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങൾ അവർ അനുസരിക്കും. പക്ഷേ അവർ നോ എന്ന് പറയുന്ന കാര്യങ്ങൾ, അതായത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് വലിയ ബോധമില്ലാത്തവരാണ്, അല്ലെങ്കിൽ അറിവില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നുന്ന വിധത്തിൽ എന്ത് ചെയ്യും? അവർ ഇതിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ വൈദിക സാഹിത്യങ്ങളെ ബേസ് ചെയ്തിട്ട് അവരുടെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നിർവഹിക്കും. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരാവില്ല. അതുകൊണ്ട് നീ ഈ പ്രകാരം മിക്സഡ് ആയിട്ട്, അതായത് അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് മിക്സഡ് ആയിട്ട് അവർക്കൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതാണ് അൾട്ടിമേറ്റ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് നിന്റെ ഉത്തരവാദിത്വമാണ്, അല്ലേ? അപ്പൊ ആരെയാണ് വഴക്ക് പറയുന്നത്? ഡിസൈപ്പിളിനെയാണ് വഴക്ക് പറയുന്നത്, ശിഷ്യനെയാണ് വഴക്ക് പറയുന്നത്. പക്ഷെ ശിഷ്യന്റെ ഗുണങ്ങളെ കാണാതിരിക്കുന്നവനല്ല ഗുരു. വഴക്ക് പറയുക എന്നത് ഗുരുവിന്റെ ഉത്തരവാദിത്വമാണ്. നാരദ മഹർഷി അതാണ് ചെയ്യുന്നത്. പക്ഷെ
എന്ത് ചെയ്യുന്നു? അതിനോടൊപ്പം തന്നെ കാരണം, വഴക്ക് പറയാനുള്ള കാരണം, വെറുതെ വഴക്ക് പറയുകയല്ല, വഴക്ക് പറയാനുള്ള കാരണം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കാരണം? അങ്ങനെ ചെയ്തില്ലെങ്കിൽ സാധാരണ ജനങ്ങൾ കൺഫ്യൂഷനായി പോകും അല്ലേ? അതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഭഗവാൻ, അൾട്ടിമേറ്റ്, കേവല ഭക്തി. അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് ഇവിടുന്ന് മോചനം ലഭിക്കാൻ വേണ്ടി ആകെ ഒരു കാര്യമേ ഉള്ളൂ. മുക്തിപ്രദാത സർവേഷാം വിഷ്ണുരേവ ന സംശയഃ. ഭൗതിക ലോകത്തിൽ നിന്ന്, സംസാര സാഗരത്തിൽ നിന്നും മോചനം നേടി പോകുക എന്നുള്ളതാണ് മനുഷ്യജീവന്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ആ മനുഷ്യജീവനെ എന്ത് ചെയ്യണം? പ്രയോജനപ്പെടുത്തണം എങ്കിൽ എന്ത് വേണം? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്നേക്ക് ശരണമടയുക, എല്ലാ പാപത്തിൽ നിന്ന് നിന്നെ ഞാൻ മുക്തനാക്കാം. യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. എൻ്റെ ഏത് സ്ഥലത്തേക്കാണോ പോയാൽ അവിടെ നിന്ന് തിരിച്ചു വരവില്ലാത്തത്, അതാണ് എൻ്റെ ധാമം. അപ്പോൾ ഭഗവാന് സറണ്ടർ ചെയ്ത് ഭഗവാനെ ഓർത്താൽ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാം. പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. വന്നു കഴിയുമ്പോഴെന്താണുള്ളത്? ജന്മ മൃത്യു ജര വ്യാധി ദുഃഖ ദോഷാനു ദർശനം. ജന്മം മൃത്യു ജര വ്യാധി ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മൾക്ക് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അവിടെ പോയാൽ അതിൻ്റെ ആവശ്യമില്ല. സോ അൾട്ടിമേറ്റ്ലി എന്താണ് നമുക്ക് നല്ലത്? തിരിച്ചു പോകുന്നത് തന്നെ. അപ്പോൾ വ്യാസദേവനോട് നാരദ മഹർഷി പറയുകയാണ്, അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞു കൊടുത്തില്ല. എല്ലാത്തിൻ്റെ അകത്തും മിശ്രമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നീ പറഞ്ഞു കൊടുത്തു, പക്ഷെ എന്താണ് അൾട്ടിമേറ്റ് എന്നതിനെ കുറിച്ച് നീ പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ജനങ്ങൾ കൺഫ്യൂഷൻ ആയി പോകും. അവരുടെ കൺഫ്യൂഷൻ നീക്കണമെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്ന് നീ പറഞ്ഞു കൊടുക്കണം. അതാണ് ഗുരു ആരോട് പറയുന്നത്? വ്യാസദേവനോട് പറഞ്ഞു. ഇനിയുള്ള ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് വ്യാസദേവനോട് ഭക്തിയുടെ ഇമ്പോർട്ടൻസ്, ഞാൻ പറഞ്ഞ കാര്യം എന്തിനാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്? ഗുരു ശിഷ്യനോട് പറയുകയാണ്, എന്തിനാണ് ഭക്തിയെക്കുറിച്ച് സ്ട്രെസ് ചെയ്യുന്നത് എന്ന് നിനക്കറിയണ്ടേ? അപ്പോൾ ഭക്തിയുടെ പ്രത്യേകതയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിനൊരു ഉദാഹരണമുണ്ട്, എൻ്റെ സ്വന്തം ജീവിതം. ഇതാണ് ഇനി ഈ ഒരു ഭാഗത്ത്, അതായത് ശ്രീമദ് ഭാഗവതത്തിലെ 5ാമത്തെ ചാപ്റ്ററിൽ വരാൻ പോകുന്നത്. എന്താണ് ഭക്തിയുടെ പ്രത്യേകത? എങ്ങനെയാണ് ഭക്തി ടോപ്പ് മോസ്റ്റ് ആകുന്നത്? ഇനി അതിന് ഉദാഹരണമാരാണ്? ഞാൻ തന്നെയാണ് എന്ന് നാരദ മഹർഷി പറയുന്നു. അപ്പം നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന. യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജമുനാ തീരവനചാരി. ജമുനാ തീരവനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗോരനിതായ് ജയ ഗോരനിതായ്. ഗോരനിതായ് ജയ ഗോരനിതായ്. ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് പ്രഭുപാദ്. ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് ഗുരുദേവ് ഗുരുദേവ്. ജയ ജയ ഗുരുദേവ്. ഹരേ കൃഷ്ണ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് 16ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. അജമല പ്രഭു അത് സ്ക്രീൻ ഷെയർ ചെയ്യാമോ? ശ്രീമദ് ഭാഗവത 1:5-16 നമുക്കൊന്ന് റിസൈറ്റ് ചെയ്യാം. വിചക്ഷണോ അസ്യർഹതി വേദിതും വിഭോർ അനന്തപാരസ്യ നിവൃത്തിതാ സുഖം പ്രവർത്തമാനസ്യ ഗുണൈരനാത്മനാസ് തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. വിചക്ഷണോ അസ്യർഹതി വേദിതും വിഭോർ അനന്തപാരസ്യ നിവൃത്തിതാ സുഖം പ്രവർത്തമാനസ്യ ഗുണൈരനാത്മനാസ് തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. വിചക്ഷണോ അസ്യർഹതി വേദിതും വിഭോർ അനന്തപാരസ്യ നിവൃത്തിതാ സുഖം പ്രവർത്തമാനസ്യ ഗുണൈരനാത്മനാസ് തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. 16ാമത്തെ ശ്ലോകം. 15 നമ്മൾ കഴിഞ്ഞ തവണ കണ്ടു. 16ാമത്തെ ശ്ലോകം എന്താണ് പറയുന്നത്? നമുക്കൊന്ന് ഇത് ചെയ്ത് നോക്കാം. ശരി, ഓക്കെ. ഇംഗ്ലീഷ് ഷെയർ ചെയ്താലും മതി. വിചക്ഷണോ അസ്യാർഹതി വേദിതും വിഭോർ. ഇവിടെ ഭഗവാനെ കുറിച്ച് വിഭു എന്നാണ് പറയുന്നത്. ആരാണ് ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നാരദമുനിയോട് വ്യാസദേവൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? വിചക്ഷണവും. വിചക്ഷണൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വളരെ എക്സ്പെർട്ടായവൻ എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നല്ല എന്താണ് വിദഗ്ധനായവൻ എന്നാണ് അതിൻ്റെ യഥാർത്ഥ മലയാളം വാക്ക്. അങ്ങനെ വിദഗ്ധരായവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ? ഭഗവാനെ വേദിത്തും. വേദിത്തും എന്ന് പറഞ്ഞാൽ വേദ എന്നാൽ അറിവ് എന്നാണ്. വേദിത്തും എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. ആരെ അറിയുക? അസ്യ അർഹതി. അർഹതി എന്ന് പറഞ്ഞാൽ അർഹിക്കുക. അപ്പോൾ ആരാണ് ഭഗവാനെ? വിഭു. വിഭു എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ. പ്രത്യേകത എന്താണ് പരമദിവ്യോത്തമ പുരുഷന്റെ? അനന്തപാരസ്യ, അതായത് അനന്ത, അതിന് അതീതമായത്, ഒന്നും അതിൻ്റെ അന്തമില്ലാത്തത് എന്നാണ് അനന്ത എന്നതിൻ്റെ അർത്ഥം. അപ്പം അനന്തപാരസ്യ ആണ് ഭഗവാൻ, അതായത് അന്തമില്ലാത്തവൻ, വളരെ ബുദ്ധിമുട്ടുള്ളവൻ. അറിവ് നേടാൻ, അതായത് ഭഗവാനെ കുറിച്ച് അറിവ് നേടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആർക്ക് മനസ്സിലാകും? അസ്യ അർഹതി. ആർക്ക് അർഹിക്കുന്നുണ്ട്? വേദിത്വം, അറിയാൻ അർഹിക്കുന്നു. ആര്? അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നത് ആർക്കാണ്? വിചക്ഷണ, വിദഗ്ധനായവൻ. എന്താണ് ഈ വൈദഗ്ധ്യം എന്ന് പറയുന്നത്? അടുത്ത എന്താണ്? വിഭൂർ അനന്ത പാരസ്യ കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നതാണ് വൈദഗ്ധ്യം. നിവൃത്തിത സുഖം. സുഖം, സന്തോഷം, അല്ലെങ്കിൽ സുഖം, മലയാളത്തിൽ സുഖം. എന്ത് സുഖം? ഭൗതിക സുഖം. ഭൗതിക സുഖത്തെ നിവൃത്തിത എന്ന് പറഞ്ഞാൽ നിവർത്തിച്ചിരിക്കുക, അതായത്
എല്ലാത്തിനെയും ഉപേക്ഷിച്ചിരിക്കുക. ഭൗതികമായിട്ടുള്ള സുഖങ്ങളെ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അനന്തപാരസ്യനായ വിഭു അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് അസ്യ അർഹതി അറിയാൻ, വേദിതും അസ്യ അർഹതി അറിയാൻ സാധിക്കുകയുള്ളൂ. അവരാണ് എക്സ്പെർട്സ് അല്ലെങ്കിൽ വിദഗ്ധരായവർ. ഭഗവാനെ അറിയാൻ വിദഗ്ധരായവർ ആരാണ്? നിവൃത്തി താ സുഖം, അതായത് സുഖം എന്ന് പറയുന്ന ഭൗതിക സുഖം. ഭൗതിക സുഖങ്ങളെ എല്ലാം വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നവർ? നിവൃത്തിത, അതിൽ നിന്നും എല്ലാം വന്നിട്ട് പിന്തിരിഞ്ഞ് നിൽക്കുന്നവർ. ഇനി അല്ലാത്തവരുടെ കാര്യം എന്താണ്? അപ്പോൾ ഈ ഒരു വാക്ക് നിങ്ങൾ ഓർത്തു വയ്ക്കുക, നിവൃത്തി. എന്താണ് ഈ നിവൃത്തി എന്നും അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർ ആയിട്ടുള്ള ഒരു പദം ഇനി പറയും അടുത്ത പാർട്ടില്. പ്രവർത്തമാനസ്യ ഗുണൈരനാത്മനാസ്. അതെന്താണ്? നിവൃത്തിയായിരുന്നു. ഇവിടെ എന്താണ് പറഞ്ഞത്? പ്രവർത്തി. പ്രവർത്തമാനസ്യ. അപ്പൊ നിവൃത്തി എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചതാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രവൃത്തി. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാതെ അതിനോട് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആസക്തി പുലർത്തുന്നവർ. ഗുണൈർ, ഭൗതിക ഗുണങ്ങളിൽ ആസക്തി പുലർത്തി അങ്ങനെ ഇരിക്കുന്നവരെന്താണ്? അനാത്മന. എന്താണ് അനാത്മന എന്ന് പറഞ്ഞാൽ? ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിവുണ്ടായിരിക്കും, പക്ഷെ ആത്മാവിനെ കുറിച്ചുള്ള സ്പിരിച്വൽ അല്ലെങ്കിൽ ആധ്യാത്മികമായ ജ്ഞാനത്തെക്കുറിച്ച് അവർക്ക് അറിവില്ല, അല്ലെങ്കിൽ അവർക്ക് അറിവുണ്ടാകാനുള്ള യോഗ്യതയില്ല. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ വിഭുവിനെ കുറിച്ചുള്ള ജ്ഞാനം പറഞ്ഞു കൊടുത്ത് അവർക്കും അത് അനുഭവവേദ്യമാക്കണം. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം. 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്: പ്രവൃത്തി മാർഗം, നിവൃത്തി മാർഗം. ഇതിൽ പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ രണ്ടും വന്നിട്ട് വൈദിക സാഹിത്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് ഭഗവാനിലേക്ക് പോകാനുള്ള വഴിയായിട്ട് തന്നെയാണ്. ഒന്ന് വന്നിട്ട് എന്താണ്? ഡയറക്റ്റ് ആണ്. രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ആണ്. ഒന്ന് നേരെയുള്ളതും 2 കുറുക്കു വഴിയുമാണ്. ഈ കഷ്ടപ്പെട്ടു പോകുന്ന വഴിയാണ് പ്രവൃത്തി മാർഗം. അതെന്താണ്? ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എന്ത് ചെയ്യുന്നു? വൈദിക സാഹിത്യങ്ങളിൽ പറഞ്ഞതിനനുസരിച്ച് ഇന്ദ്രിയ സുഖഭോഗങ്ങൾ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? ആധ്യാത്മികമായ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഭഗവാനെ ആരാധിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഈ പ്രവർത്തികളുടെ ഫലം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ് വൈപ്പ്. പക്ഷേ പലപ്പോഴും ഇതിനൊരു റിസ്ക് ഉണ്ട്. അതായത് ഒരു ചെറിയ എന്തുണ്ട്? റിസ്ക് ഉണ്ട് ഇതിന്. എന്താണ് ഈ റിസ്ക്? ഈ മാർഗത്തിൽ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഫലത്തിനെ ഒന്നും ഭഗവാന് സമർപ്പിക്കുക എന്നത് ചിലപ്പോൾ നടക്കുകയില്ല. എന്ത് ചെയ്യും? ഇന്ദ്രിയ ആസ്വാദനം മാത്രം നടക്കും. ഒന്നാമത്തേത് ഏത് മാർഗം? പ്രവൃത്തി മാർഗം. ഇനി നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സേഫാണ്. കാരണം അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും ഒരു ആസക്തിയുമില്ല. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നിവൃത്തി മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 മാർഗങ്ങളും യഥാർത്ഥത്തിൽ ഭഗവാനിലേക്കുള്ള മാർഗങ്ങൾ തന്നെയാണ്. പക്ഷേ ഡയറക്റ്റ് ഏതാണ്? നിവൃത്തി മാർഗം. കാരണം അതിൻ്റെ അകത്ത് പേടിക്കാനൊന്നുമില്ല, വീഴ്ച പറ്റുകയുമില്ല. കാരണം അതിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോട് ഒരു ആസക്തിയുമില്ല. രണ്ടാമത് എന്താണ്? പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളോടുള്ള സമ്പർക്കവും അതിന് ഇന്ദ്രിയ സുഖഭോഗങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. എന്നാൽ ഇതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫലം വന്നിട്ട് ഭഗവാന് പ്രദാനം ചെയ്തു കഴിഞ്ഞാൽ ഈ മാർഗവും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം, ഇതിനകത്ത് അത് ഭഗവാന് സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണ്? ഇത് കർമ്മ ബന്ധനത്തിന് കാരണമായി തീരും. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും വന്നിട്ട് ഇവിടെ പറയുന്നു, ഇതിൽ വിചക്ഷണൻ ആരാണ്? ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണ്? ഈ നിവൃത്തി മാർഗം സ്വീകരിച്ചിരിക്കുന്ന ആളാണ്. കാരണം പ്രവൃത്തി മാർഗത്തിൽ ഉണ്ടാകുന്ന ഫാലസി അല്ലെങ്കിൽ അതിൻ്റെ അകത്തുണ്ടായിരുന്ന കുറവുകൾ നിവൃത്തി മാർഗത്തിനില്ല. അപ്പോൾ ഈ പ്രവൃത്തി മാർഗത്തിലിരിക്കുന്ന ആൾക്കാർക്കും കൂടി
ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, അവരുടെയും ജീവിതം സാർത്ഥകമാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തതോ ഭവാൻ, അങ്ങ് അല്ലയോ വ്യാസദേവ, അങ്ങ് ദർശയ ചേഷ്ടിതം വിഭു. ചേഷ്ട, എന്താണ് ചേഷ്ട? മലയാളത്തിൽ നമ്മൾ ചേഷ്ട എന്ന് പറയുമ്പോൾ പ്രവൃത്തികൾ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നാണ് അർത്ഥം, അല്ലേ? അപ്പൊ വിഭു, ആരാണ് വിഭു? ഭഗവാനാണ് വിഭു എന്ന് പറയുന്നത്. അപ്പൊ ചേഷ്ടിതം വിഭു എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ ആക്ടിവിറ്റീസ്. എങ്ങനത്തെ ആക്ടിവിറ്റീസ്? ഭഗവാന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് എന്താണ്? എന്താണ് പ്രവൃത്തികൾ? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. എന്താണ്? എൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അറിയുന്നവൻ ഈ ദേഹം ഉപേക്ഷിച്ചതിന് ശേഷം പുനർജന്മ നൈതി, പുനർജനിച്ച് വരികയില്ല, മാമേതി, എൻ്റെ അടുത്ത് വരുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം തന്നെ ഇവിടെ പറയുന്നു. വ്യാസദേവനോട് നാരദ മഹർഷി പറയുന്നു, ഭവാൻ ദർശയ ചേഷ്ടിതം വിഭു. വിഭുവിൻ്റെ ചേഷ്ടിതങ്ങൾ അവർക്ക് നീ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിന്റെ കൃതിയിലൂടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാനെ കാണാൻ ഉള്ള യോഗ്യത കിട്ടും, അവരും വിചക്ഷണരായി തീരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിൽ എന്ത് നമ്മൾ പറഞ്ഞത്? 2 തരത്തിലുള്ള പ്രവൃത്തി, നിവൃത്തി. ഇത് രണ്ടും ഭഗവാനിലേക്കുള്ള മാർഗമാണ്. ഒരെണ്ണം കുറവുള്ളതാണ് പ്രവൃത്തി. കാരണം എന്താണ്? പ്രവൃത്തിയിൽ പ്രശ്നം അറ്റാച്ച്മെന്റ് വരാം, ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. നിവൃത്തിയിൽ പക്ഷെ അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. ഇങ്ങനെ 2 വിധത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും വിചക്ഷണരാണ് നിവൃത്തി മാർഗത്തിൽ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ പ്രവൃത്തി മാർഗത്തിൽ പോകുന്ന ആൾക്കാർക്കും അതിനുള്ള ബെനഫിറ്റ് കിട്ടണം. അതുകൊണ്ട് വ്യാസദേവനോട് നാരദ മഹർഷി പറയുകയാണ്, നീ എന്ത് ചെയ്യണം? ദർശയ ചേഷ്ടിതം വിഭു. ഭഗവാന്റെ ചേഷ്ടകളെ കുറിച്ച് അവർക്കും പറഞ്ഞു കൊടുക്കണം. ഇവിടെ നമ്മൾ 3 തരത്തിലുള്ള ഭക്തിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 1 കേവല ഭക്തി, 2 പ്രാധാന്യ ഭക്തി, 3 ഗുണഭാവ ഭക്തി. ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ പല ശ്ലോകങ്ങളിലായിട്ടാണ് എന്ത് പറയുന്നത്, ഈ ഭക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ ശ്ലോകത്തിൽ, അതായത് 17ാമത്തെയും ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ 17, 23 ശ്ലോകങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? കേവല ഭക്തിയെക്കുറിച്ച് കേൾക്കും. കേവല ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നിഷ്കാമ ഭക്തി എന്ന് പറയും, അല്ലെങ്കിൽ അനന്യഭക്തി എന്ന് പറയും, അല്ലെങ്കിൽ ശുദ്ധഭക്തി എന്ന് പറയും, അല്ലെങ്കിൽ നിർഗുണ ഭക്തി എന്ന് പറയും, ഉത്തമ ഭക്തി എന്ന് പറയും, അകിഞ്ചന ഭക്തി എന്ന് പറയും. പല പേരുകളുണ്ട്. കേവല ഭക്തി, കേവലം ഭക്തി, അതായത് ഭക്തി മാത്രം, വേറെ ഒന്നും അതിൻ്റെ അകത്ത് എന്തില്ല, കണ്ടാമിനേഷൻ ഇല്ല. കേവല ഭക്തി. എന്താണ് വേറെ പേരുകൾ പറഞ്ഞത്? അനന്യഭക്തി, ശുദ്ധഭക്തി, നിർഗുണ ഭക്തി, ഉത്തമ ഭക്തി, അകിഞ്ചന ഭക്തി. ഇതേ സെയിം സാധനം തന്നെ. എന്താണ്? കേവല ഭക്തി. അപ്പൊ കേവല ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഇതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്രയോജനം ഒന്ന് മാത്രം. എന്താണ്? ഭഗവത് പ്രേമം മാത്രം. വേറെ ഒന്നും അതിൻ്റെ അകത്ത് ബൈ പ്രോഡക്ട്സ് ഇല്ല. സിദ്ധികളോ പിന്നെ എന്താണ് ജ്ഞാനമോ അതുകൊണ്ടുണ്ടാകുന്ന ഒരു കാര്യങ്ങളും അതിൻ്റെ അകത്ത് ബൈ പ്രോഡക്റ്റ് ഇല്ല. ഒന്ന് മാത്രം. എന്ത്? ഭക്തിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്താണ്? പ്രേമം, ഭഗവത് പ്രേമം മാത്രം. അതാണ് കേവല ഭക്തി എന്ന് പറയുന്നത്. ഒന്നിനോടും ബന്ധമില്ല, ഭക്തി മാത്രം. 100% പ്യോറായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ഭക്തി മാത്രം. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഭക്തി എന്ന് പറയുന്നത്. ഇനി പലതരത്തിലുള്ള വേറെയും ഭക്തികൾ നമുക്കറിയാം. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ. എന്താണ്? ഭഗവത്ഗീതയിൽ ഭഗവാൻ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ചതുർവിധ ഭജന്തെ മാം ജനാ സുകൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുർ അർത്ഥാർത്ഥി ജ്ഞാനി ച ഭരതർഷഭ. ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി, ഇവരെല്ലാവരും എന്നെ ഭജിക്കുന്നുണ്ട്. അപ്പൊ അത് ഭക്തിയല്ലേ? ആണ്, ഭക്തി തന്നെയാണ്. പക്ഷെ അത് കേവല ഭക്തിയല്ല. എന്താണ് ഭഗവാൻ പറയുന്നത് അടുത്ത ഭക്തിയെക്കുറിച്ച്? പ്രാധാന്യ ഭക്തി. ഭക്തിയുണ്ട്, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ വേറെയും ചില കാര്യങ്ങൾ അതിൻ്റെ കൂടെ മിക്സ്ഡ് ആണ്.
എന്താണ് ഈ മിക്സഡ് സാധനങ്ങളൊക്കെ? കർമ്മ മിശ്ര ഭക്തി, ജ്ഞാന മിശ്ര ഭക്തി, യോഗ മിശ്ര ഭക്തി. ഇതിൽ ആദ്യം പറഞ്ഞേക്കുന്ന കർമ്മ, ജ്ഞാന, യോഗ ഇതെല്ലാം സെക്കൻഡറി ആണ്. ഭക്തിയാണ് പ്രാധാന്യം. എന്താണ് പ്രാധാന്യ ഭക്തി എന്ന് പറഞ്ഞാൽ? പ്രധാനം ഭക്തിയാണ്, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. എന്താണ്? ചിലപ്പോൾ കർമ്മകാന്ഡം, ചിലപ്പോൾ ജ്ഞാനകാന്ഡം, ചിലപ്പം യോഗ പ്രാക്ടീസ്. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് എന്തുള്ളത്? ഇംപ്യൂർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തിയിൽ നിന്നും താഴോട്ട് പോകാൻ കാരണം ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് നാള് കഴിയുമ്പോൾ ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വഴിയിൽ എങ്ങോട്ട് നേരെ നയിക്കും? കേവല ഭക്തിയിലേക്ക് അയാൾക്ക് പോകാനുള്ള, അതായത് ഭക്തിയാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്, കർമ്മവും ജ്ഞാനവും യോഗയും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഇവർക്ക് കേവല ഭക്തിയിലേക്ക് ഒരു ഇൻക്ലിനേഷൻ, അല്ലെങ്കിൽ ഒരു ആകർഷത വന്നുകൊണ്ട് അവർ ചിലപ്പോൾ അവസാനം പ്രേമ സ്റ്റേജിൽ എത്തിയേക്കാം. പ്രൊവൈഡഡ്, അവിടെ ഒരു എന്താണ് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞ ഒരു സെന്റൻസിൽ നിർത്തുന്നു. എന്താണ് കാരണം? അവിടെ അങ്ങനെ പ്രേമ ഭക്തിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ കർമ്മ, ജ്ഞാന, യോഗ മിശ്ര ഭക്തിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരാളുടെ സഹായം വേണം. ആരുടെ സഹായം? ഒരു പരിശുദ്ധ ഭക്തന്റെ സഹായം. ആ പരിശുദ്ധ ഭക്തനുമായിട്ട് പരിചയപ്പെട്ട് അയാൾ പറയുന്നത് പോലെ പരിശുദ്ധ ഭക്തി പ്രാക്ടീസ് ചെയ്താൽ ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇത് മോശമല്ല, ഭക്തി തന്നെയാണ് പ്രാധാന്യ ഭക്തി, ഭക്തി തന്നെയാണ് പ്രധാനം. പക്ഷെ എന്നാലും കർമ്മം, ജ്ഞാനം, യോഗ ഇതൊക്കെ അതിൻ്റെ കൂടെ മിക്സഡ് ആണ്. ഇനി അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? അവർക്കൊരു ഭക്തന്റെ സേവനത്തിൽ ഏർപ്പെടാൻ, അല്ലെങ്കിൽ അയാളിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു ഇതുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് വന്നിട്ട് അവർക്ക് ബെനഫിറ്റ് ആണ്, പ്രയോജനം ചെയ്യും. അവർക്ക് എന്താകും? അവർക്ക് ചിലപ്പോൾ ഭക്തി, കേവല ഭക്തിയിലേക്ക്, അങ്ങനെ പരിശുദ്ധ ഭഗവത് പ്രേമത്തിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി ഒരു സാധനമുണ്ട്, ഗുണീഭാവ ഭക്തി. അതിൽ ഭക്തി അല്ല പ്രധാനം. പ്രാധാന്യ ഭക്തിക്കകത്ത് ഭക്തിയാണ് പ്രാധാന്യം. കേവല ഭക്തിക്കകത്ത് 100% ഭക്തി മാത്രമേ ഉള്ളൂ. ഗുണീഭാവ ഭക്തി അല്ലെങ്കിൽ ഗുണഭാവ ഭക്തി എന്ന് പറഞ്ഞാൽ ഗുണങ്ങളാണ് ഭക്തിയെക്കാട്ടിലും പ്രാധാന്യം. എന്ത് ഗുണങ്ങൾ? അതായത് ഭക്തിയുടെ റിസൾട്ട് ഇയാൾക്ക് കിട്ടാൻ കുറേ പ്രതിബന്ധങ്ങളുണ്ട്. അയാൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നു എങ്കിലും, പക്ഷെ അയാൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നതിനെ അല്ല പ്രധാനമായി കാണുന്നത്. ഈ മിശ്ര ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ തന്നെ, കർമ്മം, ജ്ഞാനം, യോഗ, ഇതിനെയാണ് അയാളെ എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ട് കാണുന്നത്. ഭക്തി മിശ്ര കർമ്മ, ഭക്തി മിശ്ര ജ്ഞാന, ഭക്തി മിശ്ര യോഗ. ഇവിടെ എന്താണ് പ്രശ്നം? ഈ കർമ്മവും ജ്ഞാനവും യോഗവുമാണ് പ്രധാനമായിട്ടും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തിയുടെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് സാധ്യതയില്ല. ഈ കർമ്മത്തിന്റെയും ജ്ഞാനത്തിന്റെയും യോഗത്തിന്റെയും റിസൾട്ടിലാണ് അയാൾക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ ഭക്തിയുടെ റിസൾട്ട് അതിനകത്ത് വളരെ എളുപ്പം വരികയില്ല. ഇവിടെ വ്യാസദേവന്റെ ലിറ്ററേച്ചേഴ്സിൽ, മറ്റ് ലിറ്ററേച്ചേഴ്സിലെല്ലാം ഈ തരത്തിലുള്ള പ്രാധാന്യ ഭക്തിയും ഗുണീഭാവ ഭക്തിയുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. കേവല ഭക്തിയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു പുരാണം ഇതുവരെ എന്താണ് വ്യാസദേവൻ എഴുതിയിട്ടില്ലായിരുന്നു. നാരദ മഹർഷി അദ്ദേഹത്തെ കണ്ട് ഇതാണ് പറയുന്നത്, നീ അങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടില്ല. ഇങ്ങനെ 3 തരത്തിലുള്ള ഭക്തി ഉണ്ടെന്നിരിക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രയോജനം ചെയ്യുന്ന ഭക്തി കേവല ഭക്തിയാണ്. പക്ഷെ കേവല ഭക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നീ എന്തുകൊണ്ട് മറ്റുള്ളവരോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്ക് അറിവ് കൊടുക്കുന്നില്ല? അതുകൊണ്ട് പരിശുദ്ധമായിട്ടുള്ള ഭഗവത് പ്രേമത്തിന് കിട്ടുന്ന പരിശുദ്ധ ഭക്തി എന്ന് പറയുന്ന ആ ഒരു കാര്യം, ഭഗവാനെ കുറിച്ചുള്ള ഭഗവാന്റെ നാമരൂപ ഗുണങ്ങളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യണം. ഇതാണ് നാരദ മഹർഷി പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ 16ാമത്തെ ശ്ലോകത്തിലാണ്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 2 തരത്തിലുള്ള നിവൃത്തി, പ്രവൃത്തി, ഇതിനെക്കുറിച്ച് അറിഞ്ഞു. എന്താണ് പലതരത്തിലുള്ള ഭക്തി എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി.
ഇനി അടുത്ത ശ്ലോകത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക്, പലതരത്തിലുള്ള ഭക്തിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഇതിൽ കർമ്മത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും യോഗയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷേ ഒരാൾ അതെല്ലാം എത്ര കറക്റ്റായിട്ട് ചെയ്താലും അവസാനം അയാൾക്ക് എന്ത് ചെയ്യും? വീഴ്ചയുണ്ടായാൽ അയാൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. കർമ്മം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല, ആ കർമ്മത്തിന് ഫലമില്ലാണ്ടായി പോകും. യോഗ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങൾക്കറിയാം വിശ്വാമിത്ര മഹർഷി എത്ര അധികം കഷ്ടപ്പെട്ട് വർഷങ്ങൾ കൊണ്ടാണ് സമാധി സ്റ്റേജിൽ എത്താൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ഒരു തവണ അദ്ദേഹം കാമത്തിന് അടിപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ തപശക്തിയെല്ലാം നശിച്ചു. വീണ്ടും അദ്ദേഹത്തിന് ഒന്നേന്ന് തുടങ്ങേണ്ടി വന്നു. ഇനി രണ്ടാമത് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ട് തപശ്ചര്യകളൊക്കെ അനുഷ്ഠിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ തപശ്ചര്യയ്ക്കും അടുത്തത് ആങ്കർ അല്ലെങ്കിൽ കോപത്തിന് അദ്ദേഹം അടിപ്പെട്ടു. വീണ്ടും അദ്ദേഹം തപശ്ചര്യയ്ക്ക് ശ്രമിച്ചു, അത്രയും തപശ്ചര്യകളൊക്കെ ചെയ്തു. എന്താവാൻ? ബ്രഹ്മർഷി എന്ന പദം കിട്ടാൻ വേണ്ടി. വീണ്ടും അദ്ദേഹം മറ്റേ വസിഷ്ഠ മുനിയോടുള്ള ആ ഒരു ശത്രുതയിൽ അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുമുള്ള തപശക്തികളും നഷ്ടപ്പെട്ടു പോയി. ശംഖുവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് തന്റെ തപശക്തികളെല്ലാം അദ്ദേഹം നഷ്ടപ്പെടുത്തി. അപ്പൊ ഇത്രയൊക്കെ പെർഫെക്റ്റ് ആകാൻ ശ്രമിച്ചാലും ഒരു തവണ വീണു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഏത് വഴിയിൽ? കർമ്മ ജ്ഞാന യോഗ വഴിയിൽ. പക്ഷെ ഇവിടെ നാരദ മഹർഷി പറയുന്നു ഭക്തിയുടെ കാര്യം അങ്ങനെയല്ല. സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. എന്താണ്? ഈ വഴിയിൽ ചെറിയൊരു ഉദ്യമം കൂടി വളരെ വലിയ ഭയങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. എന്താണ് ഇവിടെ പറയുന്നത്? സെയിം കാര്യമാണ് ഇവിടെ നമ്മൾ 17ാമത്തെ ശ്ലോകത്തിൽ കേൾക്കാൻ പോകുന്നത്. നമുക്ക് വായിക്കാം. ത്യക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരേർ ഭജന്നപക്വോധപതേ തതോ യതി യത്ര ക്വ വാ ഭദ്രം അഭൂതമുഷ്യ കിം കോ വാർത്ഥ ആപ്തോ ഭജതാം സ്വധർമ്മതാ त्यक्त्वा स्वधर्मं चरणाम्बुजं हरेर् भजन्नपक्वोऽथ ततो यति यत्र क्व वा भद्रम् अभूतमुष्य किं को वार्थ आप्तो भजतां स्वधर्मता त्यक्त्वा स्वधर्मं चरणाम्बुजं हरेर् भजन्नपक्वोऽथ ततो यति यत्र क्व वा भद्रम् अभूतमुष्य किं को वार्थ आप्तो भजतां स्वधर्मता. ഭക്തിയിൽ എന്താണ് നഷ്ടപ്പെടാനിരിക്കുന്നത് എന്നാണ് വ്യാസദേവനോട് നാരദ മഹർഷി ചോദിക്കുന്നത്. കർമ്മത്തിലും ജ്ഞാനത്തിലും യോഗയിലും വീഴ്ച പറ്റിപ്പോയാൽ അതിൽ നിന്നും തിരികെ എണീറ്റ് വരാൻ വേണ്ടിയിട്ട് ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. പക്ഷേ അല്ലയോ വ്യാസദേവ, നാരദ മഹർഷി പറയുകയാണ്, വ്യാസദേവ ഭക്തിക്ക് അങ്ങനെയല്ല സ്വഭാവം. ത്യക്ത്വാ സ്വധർമ്മം, ഈ പറയുന്ന എല്ലാ തരത്തിലുമുള്ള ഒക്യുപ്പേഷനൽ കർമ്മമോ ജ്ഞാനമോ യോഗയോ ഈ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഒക്യുപ്പേഷനെയും വിട്ടിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട്, സ്വധർമ്മം ഈ തരത്തിലുള്ള എല്ലാ ധർമ്മത്തെയും ഉപേക്ഷിച്ചിട്ട്, ചരണാംബുജം ഹരേർ ഭജൻ, ഹരേർ ചരണാംബുജം, ആരുടെ ചരണാംബുജം? ഹരിയുടെ ചരണാംബുജം. എന്ത് ചെയ്താൽ? ഭജൻ, ഭജിച്ചാൽ. അത് എങ്ങനെ ഭജിച്ചാൽ? അപക്വമായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അത് പൂർണ്ണമായില്ല എങ്കിൽ കൂടി, അഥ പതേത് തതോ യതി, അതിൽ അവിടുന്ന് വീഴ്ച പറ്റിയാലും ശരി, ഒരു പ്രശ്നവുമില്ല. എത്ര ക്വാ വാ അഭദ്രം, എന്താണ്? അതിൽ നിന്ന് വീഴ്ച പറ്റിയാൽ കൂടി എന്താണ് അത് അൺസക്സസ്ഫുൾ, അല്ലെങ്കിൽ എന്താണ് അത് പ്രയോജനരഹിതമാണെന്ന് പറയാൻ പറ്റുകയില്ല. അതിന് ഉദാഹരണവും പറയുന്നുണ്ട്. പക്ഷേ എന്താണ്?
കോവ അർത്ഥ ആപ്തോ ഭജതാം സ്വധർമ്മത. ഇതൊന്നും ചെയ്യാതെ ഈ ധർമ്മം മാത്രം ചെയ്തുകൊണ്ട് പോയാൽ, കർമ്മ ജ്ഞാന യോഗ ഇതെല്ലാം ചെയ്തുകൊണ്ട് പോയാൽ അവസാനം എന്താണ് പ്രയോജനം? ഇതൊക്കെ നന്നായിട്ട് ചെയ്താലും എന്താണ് പ്രയോജനം? വീണ്ടും വീണ്ടും സംസാര ചക്രത്തിൽ വരിക മാത്രമാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ പ്രത്യേകിച്ച് അവരൊന്നും നേടുന്നില്ല. അതായത് കർമ്മ ജ്ഞാന യോഗ ഇതുകൊണ്ട് ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജന്മത്തിൽ അല്ലാതെ ഒരു നേട്ടവുമില്ല. അത് ആ ജന്മം ചെയ്ത് കഴിയുമ്പോൾ എത്രയധികം കഷ്ടപ്പെട്ട് യോഗ പ്രാക്ടീസ് ചെയ്ത് അവസാനം മരണസമയത്ത് എന്ത് ചെയ്യും? ഭഗവാനെ ആലോചിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ഭഗവാനെ ആലോചിക്കാൻ വേണ്ടിയിട്ട് ആ സമാധി സ്റ്റേജിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ മരണവേളയിൽ അയാൾക്ക് സ്മൃതി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അയാൾക്ക് അടുത്ത ജന്മം എന്ത് കിട്ടും അറിയില്ല, എന്തായിരിക്കും. ഇനി ഒന്നേന്നേ തന്നെ അയാൾ വീണ്ടും എന്ത് ചെയ്യണം? ആ യോഗ പദ്ധതി എല്ലാം പഠിക്കേണ്ടി വരും. ABCD മുതൽ PhD വരെ എടുത്തു. മരിക്കുന്ന സമയത്ത് ഭൗതിക ശരീരം നശിച്ചു കഴിയുമ്പോൾ ആ ഓർമ്മയും നശിക്കും. അടുത്ത ജന്മം എടുത്തു കഴിയുമ്പോൾ വീണ്ടും ABCD തുടങ്ങേണ്ടി വരും. എല്ലാ കർമ്മങ്ങളും ചെയ്ത് അതിൻ്റെ എല്ലാം ഗുണങ്ങളെല്ലാം കിട്ടി അവസാനം മരിക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് ഓർത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഭൗതിക ശരീരം എടുത്തിട്ട് വീണ്ടും കർമ്മം ചെയ്യേണ്ടി വരും. കർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും യോഗയുടെയും ഒക്കെ പ്രശ്നം ഇതാണ്. പക്ഷെ ഭക്തി അങ്ങനെയല്ല. എന്താണ് ഭക്തിയുടെ പ്രത്യേകത? സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. സ്വൽപ്പം അപ്യസ്യ, അതിനകത്ത് ചെറിയൊരു മുന്നോട്ട് പോയാൽ മതി. അതിൽ വന്നിട്ട് എന്താണ്? ത്രായത്തെ മഹതോ ഭയാത്. ഒരുപാട് വലിയ വലിയ കാര്യങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുക. എന്താണ് ഈ വലിയ വലിയ കാര്യം? ഏറ്റവും വലിയ കാര്യം എന്താണ്? മഹതോ ഭയാത്. ഏറ്റവും മഹത്തായ ഭയം എന്നുള്ളത് മരണത്തിൻ്റെ സമയം. ആ ഭയം, മരണഭയത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത് ഭക്തിയാണ്. എന്താണ് പ്രശ്നം? ഭക്തി നഷ്ടമാകുന്നതല്ല, പെർമനന്റ് അക്കൗണ്ടാണ് ഭക്തിയുടേത്. അങ്ങോട്ട് ഇടുന്നതെല്ലാം വന്നിട്ട് ആ അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ആവുകയുള്ളൂ, ഡെബിറ്റ് ആവുകയില്ല എന്നാണ് പറയുന്നത്. എന്താണ് കാരണം? ഭഗവാൻ പറയുന്നു. എന്താണ്? ഭഗവത്ഗീതയിൽ പറയുന്നു. അർജുനൻ 6ാമത്തെ ചാപ്റ്ററിൽ 40ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നു. അതിന് മുമ്പുള്ള 39ാമത്തെ ശ്ലോകത്തിലുമൊക്കെ ഭഗവാൻ എന്നോട് അർജുനൻ ചോദിക്കുകയാണ്, ഇത്രയധികം കഷ്ടപ്പെട്ട് ട്രാൻസെൻഡന്റലിസ്റ്റ് അതീന്ദ്രിയവാദികൾ ഇതെല്ലാം പ്രവർത്തിച്ചിട്ട് അവസാനം എന്തെങ്കിലും ഒരു ചെറിയ കാരണം കൊണ്ട് വീണുപോയാൽ എന്ത് സംഭവിക്കും? എന്ത് ചെയ്യും കൃഷ്ണ? അവരുടെ ഭക്തിയൊക്കെ ഇല്ലാണ്ടായി പോകുമോ? അടുത്ത ജന്മത്തിൽ അവർക്ക് ഇതുവല്ലോ ഓർമ്മയുണ്ടാവോ എന്ന് ആര് ചോദിക്കുന്നു? അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നു, പാർത്ഥ, എന്താണ്? അവർക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നം ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? അവര് ദുർഗതിയും താത്ത ഗച്ഛതി. അവർക്ക് ദുർഗതിയേ ഉണ്ടാവുകയില്ല. പാർത്ഥ നൈവേത്ര നാമൂത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകമുണ്ട്. ശ്ലോകം ഇതിൻ്റെ അവസാനം ഏതാണ്? ദുർഗതിയും താത്ത ഗച്ഛതി. അല്ലയോ പ്രിയപ്പെട്ടവനെ, അവർക്ക് ഒരു ദുർഗതിയും ഉണ്ടാവുകയില്ല. എന്താണ് ദുർഗതി ഇല്ലാത്തതിന് കാരണം എന്ന് ഉദാഹരണം പ്രഭുപാദയുടെ 3 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പർപ്പട്ടിനകത്ത്. 1 ഭരത മഹാരാജാവ്, 2 ചിത്രകേതു, 3 അജാമിള. ഈ 3 പേര് എന്ത് ചെയ്തിരുന്നു? അവരുടെ ഇനീഷ്യൽ സ്റ്റേജിൽ ഭക്തി പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷേ ഇവർ 3 പേരും അവരവരുടെ ഓരോരോ ജീവിതത്തിന്റെ സന്ദർഭങ്ങളിൽ ആ ഭക്തിയിൽ നിന്നും താഴെ പോയവരാണ്. പക്ഷേ അടുത്ത ജന്മത്തിൽ അവർക്ക് ആ സ്റ്റേജിൽ നിന്ന് തന്നെ വീണ്ടും ഭക്തിയിൽ ഉയർച്ച നേടാൻ പറ്റി. ഉദാഹരണം ഭരത മഹാരാജാവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ വായിക്കുന്ന സ്ഥലത്ത് കാൻറ്റോസിലൊക്കെ വരുന്നതാണ് ഭരത മഹാരാജാവിൻ്റെ കഥ. അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ വാനപ്രസ്ഥ സമയത്ത് ഒരു വളരെ ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് വനത്തിൽ എന്ത് ചെയ്തിരുന്നു? അദ്ദേഹം വിഷ്ണുവിനെ ആരാധിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം അദ്ദേഹം വന്നിട്ട് ആ ആരാധന ചെയ്യുന്നതിന് സാമഗ്രികൾ ശേഖരിക്കാൻ പോകുന്നതിനിടയിൽ ഒരു മാൻപേട, ഗർഭിണിയായ മാൻപേട സിംഹത്തിന്റെ ആക്രമണത്തെ ഭയന്ന് ഒരു അരുവി ചാടി കിടക്കുകയും ആ പരക്കം പാച്ചിലിൽ മാൻപേട മരിക്കുകയും പക്ഷേ ഗർഭിണിയായിരുന്ന ആ മാൻപേട പ്രസവിച്ച് ആ കുട്ടി ആ വെള്ളത്തിൽ കൂടെ ഒഴുകി വരുന്നതും കണ്ടു. ഭരത മഹാരാജാവ് ആ കുട്ടിയെ എടുത്തു വെച്ച് എന്ത് ചെയ്തു? അതിനാരും ഇല്ലല്ലോ, അദ്ദേഹം ചെയ്തത് തെറ്റൊന്നുമല്ല, അദ്ദേഹം ആരും ഇല്ലല്ലോ എന്ന് കരുതി അതിനെ സംരക്ഷിച്ചതാണ്. ഇതിനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യും? മൃഗങ്ങളെ കടിച്ചു കൊണ്ടുപോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് പാവ അതിനെ സംരക്ഷിച്ചതാണ്. അദ്ദേഹം തെറ്റൊന്നും ചെയ്തില്ല. പക്ഷെ എന്താണ് അദ്ദേഹം ചെയ്തത്?
സ്വന്തം കർമ്മം എന്താണോ ചെയ്തുകൊണ്ടിരുന്നത്, ഭക്തിയല്ലേ, എന്തായിരുന്നു ഭക്തി, കേവല ഭക്തിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു, അതിൻ്റെ അകത്ത് ഈ മാൻപയോടുള്ള അറ്റാച്ച്മെന്റ് വന്നു. അദ്ദേഹം ഭക്തിയെല്ലാം മറന്ന് അവസാനം അദ്ദേഹത്തിന്റെ മരണസമയത്ത് മാൻപയുടെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ആരാണ്? യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തം ഏവൈതി കൗന്തേയ സദാ തദ്ഭാവഭാവിത. ആരാണോ ഏത് സമയത്ത് മരണസമയത്ത് എന്തിനെയാണോ സ്മരിക്കുന്നത് അവർക്ക് എന്താണ് സംഭവിക്കുക, ആ ഭാവമായിരിക്കും വരിക എന്ന്. മാൻപേടയെ കുറിച്ച് സ്മരിച്ചു കഴിഞ്ഞാൽ എന്ത് ഭാവം വരും? മാൻപേടയായി ജനിച്ചു. പക്ഷേ അവിടെയാണ് ഭക്തിയുടെ പ്രത്യേകത. മാൻപേട എവിടെ ജനിച്ചു? ഭക്തന്മാരായിട്ടുള്ള മുനിമാർ താമസിക്കുന്ന സ്ഥലത്ത്. അതും ഭക്തന്മാരുടെ ഉച്ഛിഷ്ടം കഴിക്കാൻ വേണ്ടിയിട്ടും ഭക്തന്മാർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് പഴയ ജന്മത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നു. തനിക്ക് എന്ത് സംഭവിച്ചു, തെറ്റ് എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു? അതിനുശേഷം അദ്ദേഹം ഈ തെറ്റ് ആവർത്തിക്കാതെ അദ്ദേഹം മരണപ്പെട്ടു. ഭരതൻ, ജഡഭരതൻ എന്ന പേരിൽ അദ്ദേഹത്തിന് മനുഷ്യജന്മവും ലഭിച്ചു. ആ സമയത്തും അദ്ദേഹം ആ തെറ്റ് ആവർത്തിച്ചില്ല. അദ്ദേഹം പരിശുദ്ധ ഭക്തി തന്നെ ചെയ്തു, കേവല ഭക്തി. അവസാനം അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഭഗവത് പ്രാപ്തിയും ഉണ്ടായി. ഇത് ഒന്നാമത്തെ ഉദാഹരണം. ഭക്തിയിൽ വീണുപോയാലും എന്ത് സംഭവിക്കുന്നില്ല? നഷ്ടപ്പെട്ടു പോകുന്നില്ല ഭക്തി. എവിടെ നിന്ന് വിട്ടോ അവിടെ നിന്ന് തുടങ്ങാൻ പറ്റും. രണ്ടാമത്തെ ഉദാഹരണം ചിത്രകേതു. നാരദ മഹർഷി ഒരു രാജാവിന്റെ കഥ പറയുന്നുണ്ട്. ഇവിടെ 8ാമത്തെ ക്യാൻറ്റോയിൽ അവിടെ ചിത്രകേതു എന്ന് പറയുന്ന ആ ഒരു മഹാരാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അനേകായിരം കോടിക്കണക്കിന് ഭാര്യമാരുണ്ടായിരുന്നു, പക്ഷെ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു അപര്യാപ്തതയിൽ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അതിനുവേണ്ടി പ്രയത്നിച്ചു. അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായി, ഹർഷശോക. പക്ഷെ ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ അതിനെ മറ്റുള്ള ഭാര്യമാര് കൊന്നുകളഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് ആരാണ്? ഈ രാജാവിന് ഭഗവാൻ എന്ത് ചെയ്തു? ഉപദേശങ്ങൾ നൽകി. എന്താണ് അൾട്ടിമേറ്റ് എയിം? ഇപ്പൊ കിട്ടിയതിനെ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുക, ഉള്ളതിനെ കൊണ്ട് സംതൃപ്തനായിക്കൊണ്ട് എന്ത് ചെയ്യുക? ഭക്തി പരിശീലിക്കുക. അങ്ങനെ അദ്ദേഹം ഭക്തി പരിശീലിച്ചു. പോകുന്ന വഴിയായിരുന്നു അദ്ദേഹം. ആകാശമാർഗേണ എങ്ങോട്ട് പോവുകയാണ്? അദ്ദേഹം തന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് പോകുന്ന സമയത്ത് താഴെ മഹാദേവൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? പാർവതി ദേവിയെ മടിയിലിരുത്തിക്കൊണ്ട് മുനിമാർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ചിത്രകേതു മഹാരാജാവ് തന്റെ ആകാശമാർഗേണ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകുന്ന സമയത്താണ് ഇത് കാണുന്നത്. അദ്ദേഹം മഹാദേവനോട് പറഞ്ഞു, സ്ത്രീയെ, അതായത് പത്നിയെ മടിയിലിരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? അങ്ങ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നോ എന്ന് ചോദിച്ചു. മഹാദേവന് ഒരു ഊസലുമില്ല. കാരണം മഹാദേവൻ അതിലൊന്നും അദ്ദേഹം ഈ നിരഞ്ജൻ, അതായത് എന്താണ്, ഇതിലൊന്നും ഈ ഒരു മാനമോ അപമാനമോ അങ്ങനെ എന്തായാലും അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷേ പാർവതി ദേവി അത് കാര്യമായിട്ട് എടുത്തുകൊണ്ട് ചിത്രകേതു മഹാരാജാവിനെ ശപിച്ചു. അദ്ദേഹം എന്തായി മാറി? അസുരനായി മാറി. തീർന്നില്ല അവിടെയും. അസുരനായി മാറിയിട്ടും എന്ത് സംഭവിച്ചു? നമ്മൾ വിചാരിക്കുക, അയ്യേ, ഭക്തി പ്രാക്ടീസ് ചെയ്തിട്ട് അവസാനം അസുരനായി മാറി എന്ന് പറയുന്നു. അതിലെന്താണ് ഭഗവാൻ പറഞ്ഞതുപോലെ എന്താണ് ദുർഗതിയും താതഗച്ഛതി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്? എന്താണ് അവിടെ? ദുർഗതി അല്ലേ വന്നേക്കുന്നത്? ആര്? വൃത്രാസുരൻ അസുരനായി മാറി. പക്ഷെ ആ അസുരന്റെ പ്രത്യേകത എന്തായിരുന്നെന്നറിയാമോ? ഇന്ദ്രനും അസുരനും തമ്മിൽ യുദ്ധം. വജ്രായുധം കൊണ്ട് ഇന്ദ്രൻ വൃത്രാസുരനെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. 365 ദിവസങ്ങൾ കൊണ്ടാണ് കഴുത്തറുത്ത്. വജ്രായുധത്തിന് അത്ര ശക്തിയുള്ള വജ്രായുധം കൊണ്ട് ഈ വൃത്രാസുരന്റെ കഴുത്തിറക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും അവസാനം 365ാമത്തെ ദിവസമാണ് എന്ത് ചെയ്യുന്നത്? വൃത്രാസുരൻ മരിച്ചു പോകുന്നത്. പക്ഷേ വൃത്രാസുരൻ പ്രാർത്ഥിക്കുകയാണ്. ആരോട്? ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ദ്രനോട് പറയുന്ന, നിന്റെ വജ്രായുധമൊക്കെ താഴെ പോയി ഇന്ദ്ര, വേഗം എടുത്തിട്ട് എന്നെ വധിക്കൂ. കാരണം എനിക്ക് എങ്ങോട്ട് പോകണം? എത്രയും അത്യാവശ്യപ്പെട്ട എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകണം. കാരണം ഞാൻ ഉറപ്പായിട്ടും ഭഗവാന്റെ അടുത്ത് പോകും. എനിക്ക് ഭഗവാനെ കുറിച്ചുള്ള സ്മരണയാണ് ഈ കഴുത്തിറക്കണ സമയത്തും ആർക്കുണ്ടായിരുന്നത്? വൃത്രാസുരനുണ്ടായിരുന്നത്. അവിടെ പ്രഭുപാദ് പറയുന്ന, അവിടെ ഇന്ദ്രനാണ് അസുരനെ പോലെ പെരുമാറിയത്. ഈ വൃത്രാസുരൻ ആക്ച്വലി പരിശുദ്ധ ഭക്തനെ പോലെയാണ് പെരുമാറുന്നത്. എന്താണ്? യം യം വാപി സ്മരൻ ഭാവം, അതായത് ഭഗവാനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? മരിക്കാൻ പോകുന്നത്. അവിടെയും നഷ്ടമില്ല. അസുരനായാലും അദ്ദേഹത്തിന്റെ അവസാന നിമിഷം എന്ന് പറയുന്നത് അദ്ദേഹം തിരികെ ഭഗവാനിലേക്ക് പോകുക തന്നെയാണ് ചെയ്യുന്നത്, ഏത് ജന്മമായിരുന്നെങ്കിലും. ഇനി അടുത്തത് അജാമിളൻ. നമുക്ക് വളരെ നന്നായിട്ട് അറിയാമല്ലേ?
എന്താണ് സംഭവിച്ചത്? ഭക്തി പ്രാക്ടീസ് ചെയ്തു, അത് കഴിഞ്ഞ് എന്തോ ഒരു കാരണം കൊണ്ട് വീണുപോയി. ആ ഒരു ജന്മത്തിൽ മകന് നാരായണ എന്ന് പേര് വെച്ചു, മരിക്കുന്ന സമയത്ത് നാരായണ എന്ന് വിളിച്ചു. യഥാർത്ഥത്തിൽ ആ പേരിന്റെ അവകാശിയായ നാരായണൻ ഇത് കേട്ടു. എന്ത് ചെയ്തു? വിഷ്ണുദൂതന്മാർ വന്നു, യമദൂതന്മാരോട് പറഞ്ഞു, ഇദ്ദേഹം പാപിയായിട്ടുള്ള വ്യക്തിയല്ല, നാരായണ എന്ന് വിളിച്ചത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ പാപം എല്ലാം തീർന്നു, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല യമരാജന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അജാമിളൻ എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് അജാമിളന് തിരിച്ചു ഒരു ജന്മം ഉണ്ടായി. ഹരിദ്വാറിൽ അദ്ദേഹം വീണ്ടും ഭക്തി പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? തിരികെ വിഷ്ണു ലോകത്തിലേക്ക് യാത്രയായി. ഈ 3 പേരുടെയും കാര്യം എന്തിനാണ് പറഞ്ഞത്? പ്രഭുപാദ് ഇവിടെ ഈ ഒരു പർപ്പുട്ടിലകത്ത് 3 പേരുടെയും കാര്യം പറയുന്നുണ്ട്. എന്ത് കാര്യം പറയാൻ വേണ്ടിയിട്ട്? നമ്മളോട് ഭക്തി പ്രാക്ടീസ് ചെയ്താൽ അത് അപക്വമായിട്ടാണെങ്കിലും ശരി, അതിന് യാതൊരു നഷ്ടവുമില്ല, ഗെയിൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. എന്താണ്? തെക്വാ സ്വധർമ്മം ചരണാംബുജം ഹരേർ ഭജൻ അപക്വോ അഥ പതേത് തതോയതി യത്ര ക്വാ വാ ഭദ്രം അഭൂതമൂഷ്യ കിം കോ വാർത്ഥ ആപ്തോ ഭജതാം സ്വധർമ്മത. എത്ര പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കർമ്മം, ജ്ഞാനം, യോഗ ഇതൊക്കെ ചെയ്താലും ശരി, അവസാനം ഭഗവാനെ കുറിച്ച് ഓർമ്മയില്ലെങ്കിൽ അതിന് ഒരു പ്രയോജനവും ഇല്ല. പക്ഷേ നിങ്ങൾ ഭക്തി പ്രാക്ടീസ് ചെയ്തിട്ട് അഥവാ വീണു പോയാൽ കൂടി അത് നഷ്ടമാകുന്നില്ല. ഭരത മഹാരാജാവ്, ചിത്രകേതു, പിന്നെ ആരാണ്? അജാമിള ബ്രാഹ്മണന്റെ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു. അതിന് സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത് എന്നാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. നിങ്ങൾക്ക് എന്താണ് കോട്ട് ചെയ്യാൻ, അതായത് ഭക്തിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കോട്ട് ചെയ്യാൻ വളരെയധികം നല്ല ശ്ലോകമാണ് ഇത്. 18ാമത്തെ ശ്ലോകം. തസ്യൈവ ഹേതോ പ്രയദേത കോവിദോ ന ലഭ്യത്തെ യത് ഭ്രമതാമുപര്യഥാ തല്ലഭ്യത്തെ ദുഃഖവദന്യഥാ സുഖം കാലേന സർവത്ര ഗഭീരരംഹസാ. തസ്യൈവ ഹേതോ പ്രയതേത കോവിദോ ന ലഭ്യത്തെ യത് ഭ്രമതാമുപര്യഥാ തല്ലഭ്യത്തെ ദുഃഖവദന്യഥാ സുഖം കാലേന സർവത്ര ഗഭീരരംഹസാ. തസ്യൈവ ഹേതോ പ്രയതേത കോവിദോ ന ലഭ്യത്തെ യത് ഭ്രമതാമുപര്യഥാ തല്ലഭ്യത്തെ ദുഃഖവദന്യഥാ സുഖം കാലേന സർവത്ര ഗഭീരരംഹസാ. വളരെ ചിന്തിക്കാനുള്ള ശ്ലോകമാണ് ഇത്. എന്താണ്? ഇന്റലിജന്റ് ആയിട്ടുള്ള, ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? ഭക്തിയിൽ നഷ്ടമൊന്നുമില്ല എങ്കിൽ നാരദ മഹർഷി പറയുകയാണ്, ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? കോവിദോ, ഈ ശ്ലോകത്തില് തസ്യ ഏവ ഹേതോ പ്രയതേത കോവിദോ, പ്രയത്നിക്കുക. എന്താണ്? പ്രയത്നിക്കുക, മലയാളം. കോവിദ എന്ന് പറഞ്ഞാൽ വിശാരദന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ ആധ്യാത്മിക വഴിയിൽ മുന്നേറാൻ വേണ്ടി എന്ത് ചെയ്യുന്നവർ? ആഗ്രഹിക്കുന്നവർ. അവരെങ്ങനെ പ്രവർത്തിക്കും? തസ്യ ഏവ ഹേതു, നേരത്തെ പറഞ്ഞില്ലേ ഭക്തി, അതിനുവേണ്ടി മാത്രം ശ്രമിക്കും. ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ശ്രമിക്കും. ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ശ്രമിച്ചാൽ എന്താണ് കിട്ടുന്നത്? ഭഗവാനിലേക്കുള്ള യാത്രയ്ക്ക്, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്കുള്ള യാത്രയ്ക്കുള്ള ഒരു അവസരം. അത് ദുർലഭമായിട്ടുള്ള അവസരമാണ്. കാരണം എന്താണ്? ന ലഭ്യതേ യത് ഭ്രമതാം ഉപരി അത. ഉപരി എന്ന് പറഞ്ഞാൽ മേലേക്ക്, അത എന്ന് പറഞ്ഞാൽ താഴേക്ക്. എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? മേലേക്ക് താഴേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മേലേക്കുള്ള പുണ്യങ്ങൾ ചെയ്താൽ കിട്ടുന്ന ആ ലോകങ്ങളിൽ, ഉപരി ലോകങ്ങളിൽ പോയാലും, പാപം ചെയ്തു കഴിഞ്ഞാൽ താഴെ, അതായത് അധമ ലോകങ്ങളിൽ പോയാലും കിട്ടാത്ത ഒരു കാര്യം എന്താണ്? ഈ ലോകത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നുമുള്ള വിടുതൽ. അതായത്
ഈ സംസാര ചക്രത്തിൽ നിന്നും ഈ രണ്ട് തരത്തിലുമുള്ള ഉപരിലോകങ്ങളും അധോലോകങ്ങളും ഇതിനിടയ്ക്കുള്ള കർമ്മഭൂമിയായിട്ടുള്ള ഭൂലോകത്തിലും വന്നിട്ട് കിട്ടാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ. എവിടേക്ക് പോയാലാണോ തിരിച്ചു വരേണ്ടാത്തത് ആ പോക്ക് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള യാത്രയ്ക്കുള്ള അവസരം. ഈ അവസരം വന്നിട്ട് വളരെ അപൂർവമാണെന്ന് ആർക്കറിയാം? കോവിദ. അതുകൊണ്ട് അവർ പ്രയത്നിക്കും. എന്തിനു വേണ്ടി? ആ അവസരത്തിന് വേണ്ടി പ്രയത്നിക്കും. അല്ലാത്തതെല്ലാം ചീപ്പായിട്ട് നിങ്ങൾക്ക് ഭൗതിക ലോകത്തിൽ കിട്ടും. ആഹാരം കിട്ടും, മൈഥുനം കിട്ടും, സ്വയരക്ഷയ്ക്കും ചെയ്യാൻ പറ്റും, എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഭൗതിക ലോകത്തിൽ. നിങ്ങൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾക്കത് വേണമെന്ന് ചിന്തിച്ചാലും ഇല്ലെങ്കിലും ചിന്തിച്ചാലും നിങ്ങൾക്ക് എന്ത് വരും? സുഖവും ദുഃഖവും വരും. തല്ലഭ്യത്തെ ദുഃഖവത് അന്യഥാ സുഖം. സുഖമോ ദുഃഖമോ നിങ്ങൾക്ക് കിട്ടും. എന്ത്? കാലേന സർവത്ര ഗഭീര രംഭസ. എല്ലായിടത്തും എന്ത് കിട്ടും? ഇതിനുള്ള പ്രൊവിഷൻ കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട? നമുക്ക് പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥ ബുദ്ധിയുള്ളവരും ദാർശനിക മനച്ചായ്വുള്ളവരുമായ വ്യക്തികൾ അത്യുന്നത ഗ്രഹമായ ബ്രഹ്മലോകം മുതൽ അത്യന്തം താഴ്ന്ന ഗ്രഹമായ പാതാളലോകം വരെ പര്യടനം ചെയ്താൽ പോലും ലഭ്യമല്ലാത്ത ആ സ്വോദ്ദേശ്യമായ അന്ത്യത്തെ പ്രാപ്തമാക്കാൻ മാത്രമായി നിശ്ചയമായും യത്നിക്കണം. ഇതാണ് ആദ്യത്തേത്. പ്രയതേത കോവിദോ തസ്യൈവ ഹേതോ പ്രയതേത കോവിദോ ന ലഭ്യത്തെ യത് ഭ്രമതാം ഉപരി അധ. ഇന്ദ്രിയാസ്വാദനത്തിൽ നിന്നും ലഭ്യമാകുന്ന സന്തോഷത്തെ സംബന്ധിച്ചിടത്തോളം അവ കാലാനുഗതമായി താനേ നാം ആഗ്രഹിക്കാത്ത ക്ലേശങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും താനേ വന്നു ചേരുന്നത് പോലെ യഥാകാലം നമുക്ക് പ്രാപ്തമാകുന്നു. അതായത് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ക്ലേശവും വരും, സുഖവും വരും. അതേപോലെ തന്നെ ഇന്ദ്രിയ സുഖങ്ങളും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. എവിടെ വന്നാൽ ഭൗതിക ലോകത്തിലുണ്ടെങ്കിൽ കിട്ടും. നിങ്ങളുടെ കർമ്മത്തിനനുസരിച്ച് നിങ്ങൾക്ക് പുണ്യമാണോ പാപമാണോ എന്താണോ നിങ്ങൾക്ക് കിട്ടാനുള്ളത്, സുഖമാണോ ദുഃഖമാണോ എന്താണോ കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രയത്നിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചത്ത് കിടന്ന് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നേരെ ചൊവ്വേ ചെയ്താൽ മതി, അത് നിങ്ങൾക്ക് ലഭ്യമായിക്കോളും. പക്ഷേ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത്യന്തം യത്നിക്കേണ്ടി വരും. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രക്ഷപ്പെടുക എന്നുള്ളത്. ഇവിടെ തന്നെ കിടക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അല്ലേ? ഇങ്ങനെ കർമ്മചക്രത്തിൽ കിടക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടി വരും. പക്ഷെ ആ പ്രയത്നം എന്ന് പറയുന്നത് വെർത്താണ്. എന്ന് വെച്ചാൽ ആ പ്രയത്നത്തിന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ആ പ്രയത്നത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അത് നഷ്ടപ്പെട്ടു പോകൂല. അവിടെ നിന്ന് നിങ്ങൾക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ലാസ്റ്റ്. അതായത് ഈ കഴിഞ്ഞ എന്തിൽ കണ്ടത്? കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത് എന്താണ്? കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത് എന്താണ്? കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താണ് നമ്മൾ കണ്ടത്? അതിനകത്തുനിന്ന് ഒരു താഴ്ന്ന വീഴ്ച വന്നാലും ശരി, എന്ത് സംഭവിക്കുന്നില്ല? അതിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടാകുന്നില്ല. അവിടെ നിന്ന് വീണ്ടും നിങ്ങൾക്ക് ഉപരി, അതായത് ഒന്നേന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല. നിർത്തിയത് എവിടെ നിന്നാണോ അവിടെ നിന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? ഈ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കും. അതാണ് 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം തീരാറായി. നമ്മളുടെ 9 മണി ആയതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു ശ്ലോകം കൊണ്ട് നമുക്ക് നിർത്താം. ഈ 3 ശ്ലോകങ്ങളും നമ്മൾ പഠിച്ച, അതായത് 16, 17, 18 ആ 3 ശ്ലോകങ്ങളും വളരെയധികം അർത്ഥവത്തായ ശ്ലോകങ്ങളും ചിന്തിക്കാനുള്ള ശ്ലോകങ്ങളുമാണ്. ഭക്തിയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്ന ശ്ലോകങ്ങൾ. അപ്പോൾ അതിൽ എന്താണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്? ഒന്ന് 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പ്രവൃത്തിമാർഗം നിവൃത്തിമാർഗം, ഈ 2 മാർഗത്തെക്കുറിച്ച്. അതിലേതാണ് ബുദ്ധിയുള്ളവർ തിരഞ്ഞെടുക്കുക? നിവൃത്തിമാർഗം. പിന്നെ അതെന്താണ് ബുദ്ധിയുള്ളവർ തിരഞ്ഞെടുക്കാൻ കാരണം? ഭക്തി എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നഷ്ടപ്പെടുന്ന ഒന്നല്ല. പക്ഷേ ബാക്കി എന്ത് ചെയ്താലും അതിൻ്റെ റിസൾട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, പൂർണ്ണമായിട്ടും പ്രയത്നിച്ച് പൂർണ്ണമായിട്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ
അങ്ങനെ നഷ്ടപ്പെടാത്ത ഒന്നായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്ദ്രിയ സുഖാസ്വാദനം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ താനേ വന്നു ചേരുന്നത് പോലെയാണ്. നിങ്ങളുടെ കർമ്മത്തിനനുസരിച്ച് എന്തായാലും കിട്ടും. പക്ഷേ ആ പ്രയത്നം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനിലേക്ക് പോകാൻ വേണ്ടി, ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്ന ഭക്തി എന്ന് പറയുന്നത് ഒരു നഷ്ടവും ഉണ്ടാക്കുന്ന അല്ലാത്തത് കൊണ്ട് അതിനുവേണ്ടി നമ്മൾ യത്നിക്കണം എന്നാണ് 18ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പം നമുക്ക് വളരെയധികം താമസിച്ചിട്ടാണെങ്കിൽ കൂടി മനസ്സിലാക്കി പോകാം. 19ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരേ കൃഷ്ണ.